ഹായ് ഹലോ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഇതാ ഒരു ചെറിയ വ്ളോഗുമായിട്ട് ഇറങ്ങിക്കുവാണ്. ഇന്ന് എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ചെലവൂരാണ് വീട് വരുന്നത്. മാരേജിൻ്റെ ഡേറ്റ് വരുന്നത് മാർച്ച് 13 പക്ഷെ അന്ന് ഞങ്ങൾ നാട്ടിലുണ്ടാവില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാംഗ്ലൂരിലൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് വരിക. അവിടെ എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ വീടൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരെ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നേരെ ഗോകുലമാളിലോട്ട് പോയിട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് നമ്മുടെ ടൗൺ സിറ്റിയിലൊക്കെ അത്യാവശ്യം ബ്ലോക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഇഫ്താറും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ എന്താ പറയുക ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഗോകുലമാളിൽ പോയത്. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ ആയപ്പോൾ ഒന്നും എവിടേക്ക് ഇറങ്ങിയിട്ടുമില്ല. അപ്പം നൈറ്റ് ആകുമ്പം കുറച്ചുകൂടി ഒരു എന്താ പറയുക ഗോകുലമാളിലൊക്കെ നൈറ്റിലൊക്കെ പോകുമ്പോഴാണ് കുറച്ചുകൂടി ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ഇവിടുന്ന് 2 ചെറിയ ബാംഗിൾസ് ടൈപ്പ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് നല്ല അടിപൊളി സാധനമായിരുന്നു. നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ ആ റേറ്റിനകത്ത് ഗുണവും കാര്യങ്ങളൊക്കെ അതിനുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം എലാസ്റ്റിക് ടൈപ്പ് കയ്യിലിടാൻ പറ്റുന്നത്. അപ്പം ഞാൻ അത് വാങ്ങിച്ചു. ഒരു ബ്ലാക്ക് ഒരു വൈറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അതിനുശേഷം ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് 2-3 ടീഷർട്ട് അതേപോലെ തന്നെ മോൾക്ക് 2-3 ഉടുപ്പ് ഏട്ടൻ്റെ ടീഷർട്ട് അങ്ങനത്തെ 2-3 കുറച്ച് ചെറിയ ചെറിയ പർച്ചേസും കാര്യങ്ങളും അത് വേറെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ടോ ഒരു ഫോറം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അതായത് നമ്മളെ ഗോകുലമാള വന്നിട്ട് 4 വർഷമായി കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ എന്താണ് അലങ്കാരവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ എന്തോ നമ്മൾ ഇഫ്താറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഗസലിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു. പിന്നെ എനിക്ക് കുറച്ച് 2-3 ടോപ്പ് എടുക്കുന്നു. പക്ഷെ സത്യം പറയാൻ എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ. ഒന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ സൈസ് ഒക്കൂല, അത്യാവശ്യം തടിയൊക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ കുറേ കളിച്ചു. പിന്നെ ഏട്ടന് ഞാൻ അങ്ങോട്ട് കടന്നപ്പോൾ തന്നെ എനിക്കൊരു ടീഷർട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അതിൻ്റെ പ്യുവർ വൈറ്റും ഉണ്ട് ഐവറിയും ഉണ്ട്. അപ്പോൾ പ്യുവർ വൈറ്റ് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഐവറി ചൂസ് ചെയ്തിട്ട് നല്ല ക്ലോത്താണ്, നല്ല മെറ്റീരിയൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് എന്താണ് മമാഅർത്തിൻ്റെ 2 ഫേസ് വാഷും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ആകെപ്പാടെ ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഞാൻ. അതുകൊണ്ട് മമാഅർത്തിൻ്റെ 2 ഫേസ് വാഷ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വേറെ ഓരോ സ്ഥലമായി ഞങ്ങൾക്ക് അല്ലറ ചില്ലറ സാധനങ്ങളുണ്ട്. നമ്മൾ മെയിൻലി പറയുകയാണെങ്കിൽ നമ്മൾ 2-3 സാധനം വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പോവുക. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിസ്റ്റിൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങും. ഇങ്ങനത്തെ മോളുകളാകുമ്പോൾ ചിലപ്പോൾ എന്താണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് വാങ്ങും. പിന്നെ കുറച്ച് സമയം വെച്ചുമ്പോൾ ഗസലും കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗോകുലമാളിലെ പാർക്കിംഗ് ആണ്. നല്ല അടിപൊളി പാർക്കിംഗ് ആണ്. നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ അണ്ടർഗ്രൗണ്ടിലെ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. അപ്പോൾ നൈറ്റിലുള്ള ഒരു വ്യൂ ആണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ എടുത്ത് പറയുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ തട്ടുകടയിൽ പോയിട്ട് നമ്മൾ അവിടെ നല്ല അടിപൊളി തട്ട് ദോശയും അതേപോലെ ചമ്മന്തി സാമ്പാർ ഇതൊക്കെ കഴിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ ഏട്ടനും മോനും കഴിച്ചു, ഞാനും മോളും കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചെമ്മീൻ ബിരിയാണി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ്